ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഫ്രിഡ്ജ് എൽ ജിയുടെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞത് ഫ്രിഡ്ജ് തീരെ കൂളിംഗ് ഇല്ല എന്നാണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഗ്യാസ് ലീക്കാണ് കംപ്ലൈൻറ്റായി കണ്ടത്. ഗ്യാസ് ലീക്ക് കണ്ടൻസറിലാണ് ലീക്ക് വന്നിട്ടുള്ളത്. കണ്ടൻസറിൽ ലീക്ക് ആയതുകൊണ്ട് തന്നെ പുതിയ കണ്ടൻസർ ഫിറ്റ് ചെയ്തിട്ട് വേണം ഗ്യാസ് ചാർജിങ് ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ പഴയ കണ്ടൻസർ ബോഡിക്കുള്ളിലൂടെ ആയതുകൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പുതിയ കണ്ടൻസർ വെച്ച് വീണ്ടും ഗ്യാസ് ചാർജ് ചെയ്യാൻ കഴിയുകയുള്ളൂ. കുറേ പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഫ്രീസറിൽ ഓയിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ വാൾവ് ഫിറ്റ് ചെയ്യുന്നത്. കംപ്രസർ ഉപയോഗിച്ച് നല്ല ഫ്ലഷ് ഔട്ട് ചെയ്യുക. ക്ലീനർ കയറ്റി നല്ല രീതിയിൽ ഫ്ലഷ് ഔട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ല കൂളിംഗ് ലഭിക്കുകയുള്ളൂ ഫ്രിഡ്ജിൽ. രണ്ട് മൂന്ന് വട്ടം നല്ല രീതിയിൽ ഫ്ലഷ് ഔട്ട് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ നല്ല ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ക്ലീനാക്കി കൊടുക്കണം. ഫിറ്റ് ചെയ്യാനുള്ള കണ്ടൻസർ എത്തിയിട്ടുണ്ട്. 230 ലിറ്ററിൻ്റെ കണ്ടൻസറാണ് ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളത്. കണ്ടൻസർ ഫ്രിഡ്ജിൻ്റെ ബാക്കിലായിട്ട് ഫിക്സ് ചെയ്തു. സ്ക്രൂ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ലൈനാണ് ഡിസ്ചാർജുമായി കണക്റ്റ് ചെയ്യാനുള്ളത്. അത് നല്ല രീതിയിൽ ബെൻഡ് ചെയ്ത് ഡിസ്ചാർജുമായി വെൽഡ് ചെയ്യുക. കോപ്പർ ഇരുമ്പായതുകൊണ്ട് തന്നെ ഫ്ലക്സ് ഉപയോഗിച്ച് വേണം വെൽഡ് ചെയ്യാൻ. അതുപോലെ തന്നെ വെൽഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വെൽഡ് ചെയ്യുക. ലീക്ക് ഇല്ലാത്ത രീതിയിൽ വേണം വെൽഡ് ചെയ്യാൻ. പഴയ കണ്ടൻസർ ബോഡിക്കുള്ളിലൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ പുറത്ത് കാണുന്ന ലീക്കാണെന്നുണ്ടെങ്കിൽ അത് അടിച്ചതിന് ശേഷം ഗ്യാസ് അടിച്ചാൽ മതി. ഇതിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ലീക്കുള്ളത്. അത് നമുക്ക് ഇനി റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറേ കാലം ഈട് നിൽക്കും. പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരില്ല. നല്ല കോട്ടിങ്ങുള്ള കണ്ടൻസർ ആയതുകൊണ്ട് തന്നെ നല്ല ലൈഫ് കിട്ടും. അടുത്തതായിട്ട് റിമൂവ് ചെയ്യുന്നത് ഇതിൻ്റെ ചാർജിങ് ലൈനാണ്. അത് പഴയതാണ്. അത് ഊരിയിട്ട് പുതിയ ചാർജിങ് ലൈന് ഗ്യാസ് അടിക്കാൻ വേണ്ടി അതിൽ ഫിറ്റ് ചെയ്യണം.
പുതിയ ചാർജ് ലൈൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അവിടെ വെൽഡ് ചെയ്ത് കൊടുക്കുക. വെൽഡിങ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വെൽഡ് ചെയ്യുക. ഗ്യാസ് ബ്ലോക്ക് ഉണ്ടാവരുത്. ലൈനിലൂടെ റാഡ് ഇറങ്ങി ബ്ലോക്ക് ആവാത്ത രീതിയിൽ വെൽഡ് ചെയ്യണം. ചാർജ് ലൈനൊക്കെ വെൽഡിങ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഫിൽറ്ററാണ്. ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ മോയ്സ്ചർ ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻസറിൽ നിന്ന് എന്തെങ്കിലും ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഫ്രീസറിലോട്ട് പോകുന്ന കാപ്പിലറി ട്യൂബ് ബ്ലോക്ക് ആകാതെ നിൽക്കാൻ വേണ്ടിയാണ് ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നത്. കാപ്പിലറി ട്യൂബ് വണ്ണം കുറഞ്ഞ പൈപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. ശേഷം കാപ്പിലറി ട്യൂബ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കാപ്പിലറി ട്യൂബ് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഫിറ്റ് ചെയ്യുക. വെൽഡിങ് ബ്ലോക്ക് വരാത്ത രീതിയിൽ വെൽഡ് ചെയ്യുക. അങ്ങനെ വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് അടുത്തതായിട്ട് ഫ്രിഡ്ജ് കംപ്രസർ ഓൺ ചെയ്യുക. കംപ്രസർ ഓൺ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൂടെ എയർ ഔട്ട് ചെയ്യില്ല, അതായത് സെക്ഷൻ ലൈനിലൂടെ എയർ ഔട്ട് ചെയ്യില്ല. അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ശേഷം ആ സെക്ഷൻ ലൈന് വെൽഡ് ചെയ്യുക. അടുത്തതായി ചെയ്യുന്നത് വാക്യൂമാണ്. വാക്യൂം ചെയ്യാൻ വാക്യൂം പമ്പ് ഓൺ ചെയ്ത് ഗേജിലെ വാൾവ് ഓപ്പൺ ചെയ്യുക. വാക്യൂം എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ വർക്ക് എടുക്കുന്ന ടൈമിൽ പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ എയർ കയറിയിട്ടുണ്ടാവും. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് വാക്യൂം ഉപയോഗിക്കുന്നത്. വാക്യൂം പമ്പ് വെച്ചാണ് എയർ പുറത്തോട്ട് വലിക്കുന്നത്. എന്നാൽ മാത്രമേ ഫ്രിഡ്ജിന് നല്ല കൂളിംഗ് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഗ്യാസ് ബ്ലോക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലാ സൈഡും ചെക്ക് ചെയ്യുക, ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. -30 വരെ വാക്യൂം വരണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് വാക്യൂം ചെയ്യുന്നത് നല്ലതാണ്. ഏകദേശം 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം വാക്യൂം കംപ്ലീറ്റ് ആയി. ഏകദേശം -30 വരെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നടക്കുന്ന ഗ്യാസ്
അടുത്തതായി ഇതിലേക്ക് നിറക്കുന്ന ഗ്യാസ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ R134A എന്ന് പറഞ്ഞ ഗ്യാസാണ്. അത് കംപ്രസറിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും ഏത് ഗ്യാസാണ് എന്നുള്ളത്. അത് സെലക്ട് ചെയ്ത് ഗ്യാസിൻ്റെ വാൾവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഫ്രിഡ്ജ് ഓൺ ആക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 40 PSI വരെ ഗ്യാസ് ചാർജിങ് ചെയ്യുക. ശേഷം ഫ്രിഡ്ജ് ഓൺ ചെയ്യുക. ഫ്രിഡ്ജ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു മൈനസിലോട്ട് ലൈന് വരും. R134 ഗ്യാസിൻ്റെ പ്രഷർ, സെക്ഷൻ പ്രഷർ ഏകദേശം ഒരു 10 PSI വരെയാണ്. 10 PSI കറക്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല കൂളിംഗ് ലഭിക്കും. ഓവറായിട്ട് ഗ്യാസ് ചാർജിങ് ചെയ്യാൻ പാടില്ല. ഏകദേശം മൈനസിലോട്ട് വന്നിട്ടുണ്ട്. കംപ്രസർ പമ്പിങ് ആയി വരുന്നതിനനുസരിച്ച് ഗ്യാസ് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 9 to 10 PSIയിൽ കറക്റ്റ് സ്റ്റേബിളായി നിർത്തുക. കംപ്രസർ പമ്പിങ്ങായി വരുന്നതിനനുസരിച്ച് പ്രഷറും ഏകദേശം കുറഞ്ഞു വരും. ഏകദേശം ഗ്യാസൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടൻസേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. ഏകദേശം കറക്റ്റ് ഗ്യാസാണ്. ഏകദേശം 3 മണിക്കൂറോളം ഫ്രിഡ്ജ് വർക്ക് ചെയ്ത് ഏകദേശം കറക്റ്റ് പ്രഷറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ശേഷം നമ്മൾ ചാർജ് ലൈനൊക്കെ ക്ലോസ് ചെയ്ത് വെൽഡ് ചെയ്ത് ക്ലോസ് ആക്കി. ഫ്രീസറിൽ അത്യാവശ്യം കൂളിംഗ് ഒക്കെ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ പുക വരുന്നുണ്ട്. കൂളിംഗ് ഒക്കെ ഓക്കെയാണ്. നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.